നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യൂറോപ്പിൽ ജനിച്ച് വളർന്ന് അവിടെ കളിച്ച് വളർന്ന താരങ്ങളെ അങ്ങനെ ബ്രസീൽ ടീമിലേക്ക് എടുക്കാറില്ല. നേരെ തിരിച്ച് നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ. പക്ഷേ നേരെ ഇങ്ങനെ ബ്രസീലുകാരായിട്ടുള്ള മാതാപിതാക്കളുടെ മക്കൾ വിദേശത്ത് ജനിച്ച് വളർന്ന് കളിച്ച് പിന്നെ ബ്രസീൽ ടീമിലേക്ക് എത്തുക സംഭവിച്ചിട്ടുണ്ട്. വളരെ അപൂർവമായിട്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കുറേ താരങ്ങൾ അങ്ങനെയുണ്ട്, പക്ഷേ അത്രയധികമൊന്നും പറയാനില്ല. എന്നാൽ അർജൻറ്റീൻ കോച്ച് ലയണൽ സ്കലോനി അർജൻറ്റീന ടീമിലേക്ക് റീസെൻ്റായിട്ട് പോലും അങ്ങനെ കുറേ കളിക്കാരെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിക്കോപാസ് ആണെങ്കിലും അതുപോലെ തന്നെ അലയാൻഡ്രോ ഗർനാച്ചോ ആണെങ്കിലും ഒക്കെ ആ ലിസ്റ്റിൽ പെടുത്താവുന്നവരാണ്. ഇപ്പോൾ ലയണൽ സ്കലോനിയുടെ അതേ ലൈൻ പിടിക്കുന്നു കാർലോ ആഞ്ചലോട്ടി എന്ന വാർത്ത കൊടുക്കുന്നു TYC സ്പോർട്സ്. യൂറോപ്പിൽ ഇപ്പോൾ മിന്നിക്കത്തി കളിച്ചുകൊണ്ടിരിക്കുന്ന 2 യുവതാരങ്ങൾ, ബ്രസീലിയൻ വേരുകളുള്ള 2 യുവതാരങ്ങളെ ബ്രസീൽ ടാർഗറ്റ് ചെയ്യുന്നു എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. 2 താരങ്ങൾ, ഒരാൾ റയൽ മാഡ്രിഡിൻ്റെ കളിക്കാരനാണ്, 17 വയസ്സുള്ള ബ്രിയാൻ ബുഗാഴിൻ. മറ്റൊരാൾ ബൊറൂസിയ ഡോട്ട്മുണ്ട് ജം സാമുവൽ ഇനാസിയോ ആണ്. അപ്പോൾ നമ്മൾ വിശദമായിട്ട് TYC സ്പോർട്സിൻ്റെ വാർത്ത ഒന്ന് പരിശോധിക്കുകയാണ്. അതിലവർ പറഞ്ഞ് 17 വയസ്സിൽ ബുഗാഴിൻ റയൽ മാഡ്രിഡ് യൂത്ത് അക്കാഡമിയിലെ വൺ ഓഫ് ദി മോസ്റ്റ് പ്രോമിസിങ് യങ് പ്ലെയേഴ്സ് എന്ന രൂപത്തിൽ കണക്കാക്കുന്നയാളാണ്. 75 മില്യൺ യൂറോ റിലീസ് ക്ലോസ് വെച്ച് താരത്തിൻ്റെ കോൺട്രാക്റ്റ് 2028 വരെ റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. വിഗോയിൽ ജനിച്ചിട്ടുള്ളയാൾ അവൻ്റെ കരിയർ ആരംഭിക്കുന്നത് സെൽറ്റ വിഗോയിലൂടെയാണ്. അതിനുശേഷം 2021 ഇത്തരത്തിലുള്ളൊരു മാറ്റം വരുത്തുകയായിരുന്നു, റയൽ മാഡ്രിഡിലേക്ക് എത്തുകയായിരുന്നു. റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് യൂത്ത് ലെവലിൽ അവൻ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലെഫ്റ്റ് ഫൂട്ടഡ് പ്ലെയറാണ്. ഓൾറെഡി അവൻ 60 ഗോളുകൾ റയൽ മാഡ്രിഡിൽ ജോയിൻ ചെയ്തതിന് ശേഷം യൂത്ത് ടീമിന് വേണ്ടി നേടിയിട്ടുണ്ട്. യൂഷ്വലി അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്നയാളാണ്. അതുപോലെ തന്നെ അവന് വിങ്ങറായിട്ടും മറ്റുമൊക്കെ കളിക്കാൻ പറ്റും. പിന്നെ ലോങ് ഷോട്ടുകൾ എടുക്കാൻ വളരെ കപ്പാസിറ്റിയുള്ള കളിക്കാരനായിട്ടാണ് അവനെ കണക്കാക്കുന്നത്. റയൽ മാഡ്രിഡിൽ അവനെ കമ്പയർ ചെയ്യുന്നത് അക്കാഡമിയിലൂടെ വളർന്നു വന്ന മറ്റൊരു താരം നിക്കോപാസുമായിട്ടാണ്. ഏതായാലും വളരെ എക്സെപ്ഷണലായിട്ടുള്ള പ്ലേയിങ് സ്റ്റൈലും ടെക്നിക്കും ഒക്കെയുള്ള കളിക്കാരനാണ് ബുഗാഴിൻ. അതുപോലെ തന്നെ ഇതിലൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്പെയിനിലാണ് അവൻ ജനിച്ചിട്ടുള്ളത്. ഇപ്പം അവൻ സ്പെയിനിൻ്റെ യൂത്ത് ടീമിനെ പലവട്ടം അവൻ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളതുമാണ്. എന്നാലും ഫിഫയുടെ നിയമം അനുസരിച്ച് സീനിയർ ലെവലിലേക്ക് അവന് മാറാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. സീനിയർ ലെവലിൽ അവന് ബ്രസീൽ ടീമിന് വേണ്ടി കളിക്കാവുന്നതാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ അണ്ടർ 17 വേൾഡ് കപ്പിൽ ബ്രസീൽ അവനെ സ്വന്തം ടീമിൽ കളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന വാർത്തയാണ് TYC സ്പോർട്സ് ഇപ്പോൾ പുറത്തുവിടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പേര് മറ്റൊരുവല്ല യുവതാരം ഇനാസിയോ, സാമുവൽ ഇനാസിയോ. ഇനാസിയോ എന്ന് പറഞ്ഞാൽ ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ ജെമ്മാണ്. ഓൾറെഡി സീനിയർ ടീമിന് വേണ്ടി അവൻ കളിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർക്കണം. മാത്രമല്ല ബ്രസീലുകാരനായിട്ടുള്ള മുൻ ഫുട്ബോളറുടെ മകൻ കൂടിയാണ്. അവൻ്റെ അച്ഛൻ ബ്രസീലുകാരനാണ്, മുൻ ഫുട്ബോളറാണ്. സോ വേണമെങ്കിൽ അവന് ബ്രസീലിന് വേണ്ടി കളിക്കാവുന്നതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, അവൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അവൻ്റെ ഐഡൽ നെയ്മറാണ് എന്ന്. നെയ്മറേയും അതുപോലെ കെവിൻ ഡിബ്രോയിനെയും വളരെയധികം ഇഷ്ടപ്പെടുന്ന പയ്യനാണ്. സോ ബ്രസീൽ ടീമിലേക്ക് അവനെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഇത് നേരെ സീനിയർ ടീമിലേക്കെന്നല്ല, ഭാവിയിലേക്ക് ഇവരെ പരിഗണിക്കുന്നു. എന്ത് സംഭവിക്കും കാത്തിരുന്നതാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.